സിബി സത്യൻ, അതായത് ഒരു രാജ്യവിരുദ്ധ പ്രക്ഷോഭം എന്ന രീതിയിലാണ് BJP ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ പല നിരീക്ഷകനായ ഷാബു പ്രസാദും പറയുന്നത് സമാനമായ കാര്യം തന്നെയാണ്. അതായത് ഒരു ചോദ്യപേപ്പർ മോഷണമാണ് നടന്നത്, അത് സർക്കാർ തന്നെ അത് കണ്ടുപിടിച്ചിരുന്നു, ആ ഏജൻസിക്ക് തന്നെ അത് ബോധ്യമായിരുന്നു, അവിടെ നടപടിയും ഉണ്ടായി, വീണ്ടും പരീക്ഷ നടത്തി, ഇപ്പോൾ കുട്ടികൾ പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സമരം നടത്തുന്നത് ദേശവിരുദ്ധ ശക്തികൾ എന്നാണ് വ്യാഖ്യാനം. ശ്രീ സിബി സത്യൻ. മഞ്ജുഷ്, ഈ ദേശവിരുദ്ധ ശക്തികൾ സമരം നടത്തുന്നു എന്ന് പറയുന്ന ആരോപണം കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് BJP അധികാരത്തിലെത്തിയ കാലം മുതൽ ഇവർ പറയുന്ന ഒരു സ്ഥിരം നറേറ്റീവാണ്. അതായത് എന്താ പറയുന്നത്, മാരകമായിട്ടുള്ള ഒരു രാജ്യസ്നേഹത്തെ, നാരോ രാജ്യസ്നേഹത്തെ ഉത്ബോധിപ്പിച്ച് എല്ലാ ജനാധിപത്യ പ്രക്രിയയും അടിച്ചമർത്താനുള്ള ഹീനമായ ഒരു ശ്രമം എന്ന് മാത്രമേ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇതുവരെയുള്ള ദിവസങ്ങളിൽ എത്രായിരം സമരങ്ങൾ ഇന്ത്യ കണ്ടു. ഈ സമരങ്ങളെല്ലാം ഇന്ത്യ കാണുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയിലെ ഭരണകർത്താക്കൾക്കെതിരെ സമരം ചെയ്യാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ പുറത്താണ് അവർ സമരരംഗത്തിറങ്ങുന്നത്. ആ അവകാശത്തിന്റെ പുറത്താണ് അവര് തെരുവുകളിൽ സമരം ചെയ്യുന്നത്. ഇതിനെയെല്ലാം നാളെ രാജ്യദ്രോഹമാണ്, ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്ഥിരം നറേറ്റീവാണ്. അത് കഴിഞ്ഞ 12 വർഷമായിട്ട് മാത്രം ഇന്ത്യയിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അതിനു മുമ്പ് അത്രയ്ക്കത് ഉണ്ടായിരുന്നില്ല. വാജ്പേയിയുടെ കാലത്ത് പോലും പക്ഷേ അത്രയ്ക്കത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇവർ ഈ കംപ്ലീറ്റ് ഈ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അച്ചുതണ്ടാണ് ഇന്ത്യയിലെ സമരങ്ങൾക്കെല്ലാം കാരണം എന്ന് പറയുന്ന വിചിത്രമായ നോബൽ സമ്മാനാർഹമായ കണ്ടെത്തൽ നടത്തിയത്. കർഷക സമരത്തെ ഇവർ വിളിച്ചത് എന്താണ്? ഇവർ ഖാലിസ്ഥാനി സമരം എന്ന് വിളിച്ചു. ഖാലിസ്ഥാനികൾ സമരം ചെയ്യുകയാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞ എന്താ പറയുന്നത്, അവരെ CAA-ക്കെതിരെ വന്ന സമരത്തെ മുസ്ലിം സമരം എന്ന് വിളിച്ചു. അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമരത്തിനെ ഓരോ തരത്തിൽ ബ്രാൻഡ് ചെയ്ത് ദേശവിരുദ്ധമാക്കി, അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ജനങ്ങളുടെ ഈ എന്താ പറയുന്നത്, അവരുടെ ഒരു രോഷം ആ സമരത്തിനെതിരെ തിരിച്ചുവിടുന്ന ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഈ നാരോ നാഷണാലിസം ഉയർത്തിയിട്ട് അവർ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയത്ത് തന്നെ ശ്രീ സിബി സത്യൻ, ഇവിടെ ഈ കോൺഗ്രസിന്റെ ഒരു പ്രസക്തി എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. ഈ തിരിച്ചുവരവിനെ ഒട്ടും അത്ഭുതകരമായി കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി ഇങ്ങനെ തിരിച്ചുവരവ് നടത്താറുണ്ട്, പിന്നെ അപ്രത്യക്ഷനാകാറുണ്ട്. ഇതാണല്ലോ ശ്രീ ഷാബു ഇവിടെ പറഞ്ഞത്. BJPയും കഴിഞ്ഞ 1.5 മാസമായിട്ട് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന് അറിയില്ല എന്ന്. പക്ഷേ കോൺഗ്രസ് ഈ സമരത്തെ ഏറ്റെടുത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ CJP സമരമുഖത്തായിട്ട് മാസങ്ങളായി. അപ്പോൾ അതിനിടയിൽ കോൺഗ്രസിൻ്റെ നിലപാട് ഈ CJP സമരത്തിന് അനുകൂലമായിരുന്നില്ല. പക്ഷേ ഇന്നലെ പൊടുന്നനെ ഈ സമരരംഗത്തേക്ക് വന്നത് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ വിജയിക്കുമോ കോൺഗ്രസ്? ഇപ്പോൾ കോൺഗ്രസ് അതിൽ ഒരു രാഷ്ട്രീയ നേട്ടത്തിൻ്റെ പാതയിലാണോ സഞ്ചരിക്കുന്നത്? മഞ്ജുഷ, കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ഈ സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അത് കോൺഗ്രസിനൊപ്പം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്ത് വന്നത് ഈ പറഞ്ഞതുപോലെ സമരത്തിന്റെ പ്രസക്തിയെ വളരെ കാലികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല നിലയിലൊരു ബൂസ്റ്റ് ആണ് സമരക്കാർക്ക് ഈ പിന്തുണ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ബൂസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും, പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിലും ഇന്ത്യയിലെ യുവജനങ്ങൾ ഈ സമരം തുടരും എന്നുള്ളതിന്റെ വളരെ ശക്തമായ സൂചനകളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് വാങ്ചുക്കിന്റെ നിരാഹാരം തുടങ്ങിയത് മുതൽ ഇതുവരെ, അതായത് പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുന്നവരെയുള്ള ദിവസങ്ങൾ എടുത്ത് നോക്കിയാൽ, പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയും ചെറുപ്പക്കാരെ മൊബിലൈസ് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള കപ്പാസിറ്റിയും BJP എന്ന് പറയുന്ന പാർട്ടിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യുവത്വത്തിന്റെ രോഷം, അടുത്ത ഒരു ജനറേഷൻ റെവല്യൂഷനായിട്ട് ഇത് മാറുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നിർണായകമായ കാര്യം. അതായത് കൊച്ചുകുട്ടികൾ, 18ഉം 19ഉം വയസ്സുള്ള കുട്ടികൾ, അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അവർ വളരെ ഗംഭീരമായിട്ട് വന്നിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. കാരണം അവരുടെ രാഷ്ട്രീയബോധം ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്ന തലത്തിലേക്ക് അവരെ ചിന്തിക്കുകയും. പരിഹാസ്യമായിട്ട് തോന്നുന്നുണ്ടോ താങ്കൾക്ക് യുവാക്കളുടെ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതിനെ? അല്ലല്ലേ, ഞാൻ ഭയങ്കര ബഹുമാനത്തോടുകൂടിയാണ് കാണുന്നത്. അറ്റത്തെ കാര്യം ഇവിടുത്തെ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ നാട്ടിലെ യഥാർത്ഥ യുവാക്കൾ ആകെ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്ന തിരക്കിലാണ്. ഈ നാട്ടിലെ യഥാർത്ഥ യുവാക്കൾ, ഈ പറഞ്ഞ പോലെ ജെൻസി യുവാക്കൾ, ഇപ്പം നീറ്റ് പരീക്ഷയൊക്കെ പാസ്സായി നല്ല മിടുക്കന്മാരും മിടുക്കികളും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോയിൻ ചെയ്ത് പഠിച്ചിറങ്ങി ഈ രാജ്യത്തിന് വേണ്ടി വലിയ വലിയ സംഭാവനകൾ കൊടുക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ ഈ 56 വയസ്സുള്ള യുവാവ്
ഇപ്പം ഇന്നലെ അവിടെ പോകുന്നു. ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള എന്താണ് ജെൻസി, ഇങ്ങനെയുള്ള കുറേ എണ്ണമാണ് ഇവിടെ കിടന്ന് ഇപ്പം ഈ കിടന്ന് ഈ രാജ്യത്ത് മഹാവിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ വിപ്ലവം നടത്തുന്നതിനിടയ്ക്ക് ഇതേ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് NCP ചോർന്നതേ അപ്പുറത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ നാട്ടിലെ ഒരു കാര്യമുണ്ടെന്ന്, ചെറുപ്പക്കാർക്ക് ഇതൊന്നും കാണാൻ സമയമില്ല. അവർ തിരക്ക് അവരുടെ മുമ്പിൽ ഡൽഹിയിൽ കണ്ട യുവനിരയോ അത് ഉപയോഗപ്പെടുത്തി ഭാവി ഓരോ മിനിറ്റിലും ഒഴുകിയെത്തിയിരുന്ന യുവനിര എങ്ങനെയാണ്? താങ്കൾ അതിനെ വളരെ വില കുറച്ച് കാണുകയാണ്. രാഹുൽ ഗാന്ധിയെ വിട്ടേക്കൂ. ഞാനതിനെ അത്ര കാണാം. എന്താ എനിക്ക് അങ്ങനെ കാണാം? അല്ല മഞ്ജുഷ്, ഇതിനകത്ത് കാര്യം മനസ്സിലാക്കേണ്ടത് ശ്രീ ഷാബു പ്രസാദിനെ പോലുള്ള ആൾക്കാര് ഈ ഇത്തരം അണ്ടർലൈങ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനെതിരെയുള്ള ശക്തമായ നിഷേധാത്മക സമീപനം തുടരുകയാണ്. അവർക്കറിയാം ജനാധിപത്യത്തിൽ വളരെ എളുപ്പമാണ്, ആര് ജയിച്ചാലും അവരെ വിലക്കെടുത്താൽ മതി. NCPയിൽ നിന്ന് 10 MPമാരെ വാങ്ങിക്കുക, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 20 MPമാരെ വാങ്ങിക്കുക, അല്ലെങ്കിൽ ശിവസേനയിൽ നിന്ന് 15 MPമാരെ വാങ്ങിക്കുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ ജനാധിപത്യ പ്രക്രിയ അതിശക്തമായിട്ട് BJP മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അവരുടെ കയ്യിൽ കാശുള്ളിടത്തോളം കാലം അവരുടെ കയ്യിൽ ഒരിക്കലും തീരാത്ത എന്താ പറയുന്നത് ഒരു കാരണവശാലും അവർക്ക് ജനാധിപത്യത്തെ ഭയപ്പെടേണ്ട, ഒരു വിപ്ലവത്തെയും ഭയപ്പെടേണ്ട എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ അർബൻ മേഖലകളിൽ നിന്നാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അർബൻ യുവാക്കളാണ് BJPക്ക് വേണ്ടി ഒരു കാലത്ത് ഏറ്റവും ശക്തമായിട്ട് നിലകൊണ്ട അർബൻ യുവത്വമാണ് ഇന്ന് മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ഡൽഹിയിൽ നിരന്നിരിക്കുന്നത്. ആ അണ്ടർലൈങ് പൊളിറ്റിക്കൽ ഫാക്ടർ ഇവർ കാണാതെ പോവുകയാണെങ്കിൽ ഇവരിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത്. അവര് അൺഎംപ്ലോയ്മെന്റ് 6.6% അർബൻ യൂത്തിനിടയില്. അപ്പൊ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് അവഗണിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതെ, ഇതിനകത്ത് ഇത്രയും കാലം ഇവര് സമരത്തെ ഈ പറഞ്ഞ പോലെ ആന്റി സോഷ്യൽ എന്നും ഈ പറഞ്ഞ ചൈന ഫണ്ടെന്നും പാകിസ്ഥാൻ ഫണ്ടെന്നും മുസ്ലിം ഫണ്ടെന്നും ഖാലിസ്ഥാനി ഫണ്ടെന്നൊക്കെ വിളിച്ചു. ഇപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ട് ജാതിയും മതവും ഒന്നുമില്ലാതെ, റൂറൽ അർബൻ വേർതിരിവില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ ജനരോഷം, ആക്ച്വൽ ജനരോഷം, അടുത്ത തലമുറയുടെ ജനരോഷമാണ് ഇപ്പോൾ ഡൽഹിയിലെ തെരുവുകളിൽ വരുന്നത്. അപ്പൊ അതെന്ന് പറയുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആണ്. ഇപ്പൊ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ പിന്തുണയ്ക്കാതെ പറയാൻ വഴിയില്ലാഞ്ഞതുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.